ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ്. എല്ലാവർക്കും പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ വീഡിയോയിലും വരുന്ന മാതിരി ചേച്ചിയോ ചേട്ടന്മാരോ എല്ലാവരും ഒരുമിച്ചുള്ള ഇൻട്രോ അല്ല. ഞാനപ്പോൾ ഇൻട്രോ പറയാമെന്ന് വിചാരിച്ച വേറെ ഒന്നല്ല. നമുക്ക് ഇന്നെല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചാണ്. കുറച്ച് ആളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു വീഡിയോ എടുക്കണം എന്ന് എനിക്ക് തോന്നി. എന്തോ അതിന് അമ്മനെ കാണുമെന്ന് പറഞ്ഞ് കുറേ നേരം അതിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരവിടെ അപ്പുറത്ത് കുറച്ച് റെഡി ആവൽ കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആക്കാമെന്ന് വെച്ചത്, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ ട്രാവൽ ചെയ്യുന്നു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പോണ സമയത്ത് അവർക്ക് സർപ്രൈസ് പോലെ, സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ആഗ്രഹം, അവർക്ക് എന്തെങ്കിലും ഒരു കോമൺലി ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കാം. വലിയ വലിയ ആഗ്രഹങ്ങൾ എന്തായാലും സാധിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊരു സൗണ്ട് വന്നത് അതൊരു സൗണ്ട് അത് കാണിച്ചേ, ഒന്ന് കാണിക്കടാ. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ എന്തെങ്കിലും കോമൺ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയണ്ട, നമുക്ക് അവരോട് രണ്ടുപേരോട് സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറയാമല്ലോ. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് കിട്ടുന്നതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതോ അങ്ങനെ അവർക്ക് ഇന്നത്തെ വീഡിയോയിൽ അതൊന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അവിടെ അല്ലൂസാണോ ഐനൂസാണോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കൂ അല്ലേ. ഇതാരത്? അല്ലുമോനാണോ അത് ഐനുമോനാണോ? ആരാണത്? ചേട്ടനാ? ആരാണത്? പറഞ്ഞേ ഹായ് പറഞ്ഞ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്ത്. ലവ് യു എന്ന് പറഞ്ഞേ. അങ്ങനല്ലടാ, ലവ് യു എന്ന് പറ. ബായ് പറ. സി യു പറ. ഇപ്പോൾ ഇവർ കുറച്ചൊക്കെ നല്ല രീതിയിലൊക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഭയങ്കരമായിട്ട് റയറായിരുന്നു. 3 വയസ്സാവാറാവുന്നുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നവരും 3 വയസ്സാവാറാവണം. ഇനിയിപ്പോൾ നഴ്സറിയിൽ എഴുത്തിനൊക്കെ നഴ്സറിയിലൊക്കെ പറഞ്ഞയപ്പിക്കണം. പിന്നെ ഭയങ്കര വാശിയാണ് ഗൈസ്. നിങ്ങളെ വീഡിയോസിൽ കാണുന്നതിനേക്കാൾ ടെററാണ് ഒരു ടെറർ. കാരണം എല്ലാ ദിവസവും രാത്രി ഇടി ബഹളമായോണം വിടാം. അപ്പോൾ വീഡിയോയിൽ ഇൻട്രോ ഞാൻ അധികം വലിച്ച് നീട്ടുന്നില്ല. നമുക്ക് നേരെ അവരെ എന്തെടുക്കണം നോക്കാം. എന്നിട്ട് അവർക്ക് നേരത്തെ പറഞ്ഞ മാതിരി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താവുമ്പോൾ എന്നൊന്നും അറിയില്ല. വലിയ വലിയ ആഗ്രഹങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ അത് ഉണ്ടാവില്ല. ഈ ഇൻട്രോ ഞാൻ അങ്ങനെ എടുത്ത് പോയെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറുതെന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം എന്തെടുക്കണം നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗെയ്സ്, നിങ്ങളെ കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഇപ്പോൾ പുറത്ത് പോകണം മനസ്സിലായല്ല. അപ്പോൾ ഇന്ന് സാധാരണ നമ്മൾ പുറത്ത് പോകണേക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആവാം. കണ്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ഭയങ്കര വെയിൽ ടാനാവോ നിങ്ങളുടെ മുഖത്തേക്ക് ഇല്ലേ. അപ്പോൾ വേറെ ഒന്നല്ല, എന്തായാലും പുറത്തേക്ക് പോവാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യമായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ആഗ്രഹം സാധിച്ചതാന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കഷ്ണം പേപ്പർ തരാം. ആ പേപ്പറിൻ്റെ അകത്ത് നിങ്ങൾ രണ്ടുപേരുടെ ഇവർക്ക് മാത്രമുള്ള സ്പെഷ്യലായിട്ട് നമ്മളെപ്പോഴും ഡ്രൈവർമാരല്ലേ എന്ത് ചെയ്യാൻ പറ്റും. ഇവർ ഓർഡർ ചെയ്യുന്നത് ഞങ്ങൾ കഴിക്കുന്നത് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, സാധാരണ നമ്മൾ പുറത്ത് അങ്ങനെ ഇരിക്കുമല്ലോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ആഗ്രഹങ്ങൾ എഴുതാം. രണ്ടുപേർക്കും നിനക്ക് 2 എഴുതാം, കീത്തും 2 എഴുതാം, നിങ്ങൾക്ക് എഴുതാം. രണ്ടുപേർക്കും 2 ആഗ്രഹങ്ങൾ എഴുതാം. അതിന് എന്നെ കൊണ്ട് പറ്റുന്നത് എന്തോ ആ ഒരു ആഗ്രഹം മോളെ, അതാണ് ആദ്യം പറയണേ. ഇതെപ്പോഴും KFC അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ, ഭക്ഷണ കാര്യങ്ങൾ എഴുതരുത്. ഡ്രസ്സ് അങ്ങനെയല്ല, ശരി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും അങ്ങനെ അവിടെ എന്നാലും. അപ്പോൾ വേഗം എഴുതാ, എന്നിട്ട് എഴുതി കാണിച്ചു തരാം. അതിന് എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്തോ എനിക്ക് പറ്റുന്നത് എന്തോ അത് ഞാൻ സ്വീകരിച്ചു തരും. ചലഞ്ച് അല്ലത്. ഞാനൊരു സാധാരണ ഒരു വീഡിയോ എടുക്കുന്നത് കുറച്ചും കൂടി ഡിഫറെന്റ് ആക്കാം എന്ന് മാത്രം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കണ്ട, നിങ്ങൾ കുറച്ച് നീങ്ങിയിരുന്നു, അതൊക്കെ നല്ലത്. അത് അയിന് കൊണ്ടുപോയതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, നീ എഴുതി കഴിഞ്ഞ് എവിടെ എഴുതണത്? ഇതെന്താ കഥാപ്രസംഗം? അത് അവിടെ എഴുതിക്കോ. കുഴപ്പമില്ല. അൺഎക്സ്പെക്ടഡ് കിട്ടുന്ന സാധനങ്ങളായിരിക്കണം നമുക്ക് എപ്പോഴും.
അതിനല്ല എപ്പോഴും നല്ലൊരു ഇതുണ്ടാവാ ഏത് അഫോർഡബിൾ ആയിരിക്കണം. ഇത് ഇത്ര പെട്ടെന്ന് എഴുതി കഴിഞ്ഞു. പ്ലാൻ ചെയ്തിട്ടുണ്ടാ? തനി മലയാളി വൈകിട്ട് മഴയത്ത് പറ്റിയ സാധനം. പ്ലസ് കാണട്ടോ. അയ്യോ ഇതൊന്നും അറിയാണ്ട് നടക്കണ കൊറേ ഞാൻ അഫോർഡബിൾ എന്ന് പറഞ്ഞപ്പോ തന്നെ സെക്കൻഡ് കഴിഞ്ഞാ. രണ്ടാമത് എന്തായിരിക്കും? അതിൽ തീർന്നു. അത് തീർന്നു. രണ്ടാമത്തെ വേറെയാ. ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന വേണോ? അങ്ങനെ ഇപ്പൊ പോണതല്ലേ. മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നത് വേണ്ടി നിനക്ക് അഫോർഡബിൾ ആടാ. എന്താണ് എന്തിട്ടാണ് വേണ്ടത്? ശരി, ഓക്കെ. ഇനി അത് നിങ്ങൾ രണ്ടൊരു വായിച്ചേ ഒന്ന് കേൾക്കട്ടെ. ചട്ടിച്ചോറ് കഴിക്കണം, ചട്ടിച്ചോറ് കഴിക്കണം, പിന്നെ ഫിഷ് വാങ്ങണം, അക്വേറിയം ഫിഷ് വാങ്ങണം. അതെന്തായാലും ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാല്ലേ. അതെന്തായാലും അപ്പൊ അത് കഴിഞ്ഞില്ലേ? ഞാൻ വിചാരിച്ചത് ഇന്ന് വൈകിട്ട് എല്ലാവർക്കും ഫലൂദ പ്ലസ് മെക്സിക്കൻ ഷവർമ മേടിച്ചിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഒരു മിനിറ്റ് കേട്ടാ. ഹാപ്പിയാണ്. പിന്നെ തിരിച്ചു വരുമ്പോള് ഫ്രീസർ നിറയെ വെക്കാൻ ഐസ്ക്രീം വേണം. തിന്നേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ചോദിക്കരുത്. അപ്പൊ ഗൈസ്, നിങ്ങളെല്ലാരും കണ്ടല്ലോ കേട്ടല്ലോ ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്താണ്. അപ്പൊ ഞങ്ങളെന്താ ഇപ്പൊ 4 ആഗ്രഹങ്ങൾ ഇവര് പറഞ്ഞു. ഇപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോണതിന്റെ പേരിൽ എന്തെങ്കിലും ഇതിലൊരു ആഗ്രഹം ഞാൻ സാധിച്ചു ശ്രമിക്കുക. നേരത്തെ നിങ്ങൾ 2 ആഗ്രഹങ്ങൾ ഏതെങ്കിലും ഒന്നും ഞാൻ പറഞ്ഞോളൂ അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു 4 ആഗ്രഹം. നിങ്ങൾ തന്നെ പറയും ഇതിൽ ഏത് ആഗ്രഹമായിരിക്കും ഞാൻ സാധിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കണം. പിള്ളേര് വാനരപ്പടകളൊക്കെ ഇവിടെ എല്ലാം റെഡി ആയിരിക്കാണ്. ആദ്യം നമ്മുടെ ഏകദേശം സമയം 12:30 ആവും. അപ്പൊ നമ്മൾ എന്തായാലും പുറത്തേക്ക് പോകണം. അപ്പൊ പുറത്തേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഓക്കെ. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇതേ ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ 2 വീലറിനാണ് പോണത്. ചേട്ടൻ വണ്ടി അവിടെ സർവീസിന് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അഞ്ചും പിള്ളേരും നീൽ ചേട്ടനാണ് പോണത്. എന്നത് നേരത്തെ ഒരു കൊതു അടിച്ചിട്ടുണ്ടില്ലേ, അത് ഭയങ്കരമായിട്ട് വീർത്തിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നിന്നല്ല, എല്ലാ വീട്ടിലും ഇപ്പോൾ ഭയങ്കര കൊതുവാണ്. മഴക്കാലം ഇവിടെ ആയപ്പോൾ കുറേ പുല്ല് വന്നു, അതായത് പുല്ലുകൾ വളർന്നു, അതിൻ്റെ അവിടെയൊക്കെ നിറച്ചുണ്ട്. നമ്മൾ ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പറമ്പിൽ പോയിട്ട് പിന്നെ തിരിച്ചു വരികയാണെങ്കിൽ നമ്മളെ കൂടെ ഒരു 100 എണ്ണം അങ്ങോട്ട് പോരും. പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പാട്ട് വെച്ചിട്ടുള്ള ഡാൻസുകളിലാണ്. ഇവർക്ക് 3 പേർക്കും എവിടെ പാട്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ അവിടെ ഡാൻസ് കളിക്കും. അത് ഞങ്ങൾ പലപ്പോഴും, ഞാൻ പിന്നെ പല വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, എവിടെ പാട്ടിട്ടല്ലോ അപ്പോൾ ഒരു 3 പേര് ഒരുമിച്ച് ഡാൻസ് കളിക്കും കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. ഹാപ്പി
സമയം ഉച്ചയായതുകൊണ്ട് ഞാൻ എന്റെ ആഗ്രഹത്തിലോട്ട് കിടക്കാം അല്ലേ? ആദ്യം നമ്മൾ കൊടുക്കുന്നുണ്ട് ലോണം ചെക്കന് ഷൂ മേടിക്കണം ആദ്യം, അതൊന്നും മേടിക്കാം, എന്നിട്ട് നമുക്ക് ചട്ടിച്ചോറ് കഴിക്കണ്ടേ? ചട്ടിച്ചോറ് വേണ്ട എന്റെ അഭിപ്രായത്തില് ഫസ്റ്റ് ചട്ടിച്ചോറ് കഴിക്കാൻ പോവാം. കാരണം ഭയങ്കര തിരക്കാവും, അതാ ഞാൻ പറഞ്ഞ ഭയങ്കര തിരക്കായി. ബാക്കി നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമോ? നമുക്ക് 3:30 വരെയുള്ള ടൈമുള്ളൂ. പാറുവിനെ കൊണ്ടുവന്നേക്കാം. അല്ല ചട്ടിച്ചോറോടെ കിട്ടാല്ലേ? ആദ്യമായിരുന്നു നമുക്കൊരു കാര്യം ചെയ്താൽ മതിയായിരുന്നു, 2 ചട്ടി പിടിച്ചാ പോരായിരുന്നു. ചിരിക്കുന്ന ചിരിക്കി എന്റെ കോമഡിക്ക് ചിരിക്കി. അല്ല നമ്മൾ അന്നൊരു പഴം കഞ്ഞി കട എന്നൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ, ഓർമ്മ? അവിടെ ഉണ്ടാവും. പറയാൻ മറന്നുപോയി, നമ്മള് ചേട്ടനെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവിടെ പോയിട്ട് ചേട്ടനെ പിക്ക് ചെയ്യണം, പിക്ക് ചെയ്തിട്ട് നമുക്ക് വരാം. ഓക്കെ. നമ്മളോട് ഒത്തിരി പേര് നമ്മുടെ വ്ളോഗ്സ് കണ്ട് ചോദിക്കുന്ന കേട്ടോ, നിങ്ങൾക്ക് എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ലല്ലേ പണിയെന്നൊക്കെ. ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ട്, ശരിയാണ്. ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് ഞങ്ങൾ പ്രധാനമായിട്ടും വ്ളോഗ് എടുക്കുക, അതാണ് നിങ്ങൾ കാണുന്നത്. അതല്ലാതെ നമ്മൾ ഡെയിലി നമ്മൾ വീട്ടിൽ വെക്കാതിരിക്കണമെന്നില്ല, ശരിയാണ്. ഒരു വീക്കിൽ നമ്മളൊരു 1 ടൈമെങ്കിൽ നമ്മൾ പുറത്ത് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ, അഞ്ജുവിൻ്റെ ചാനലിലൂടെ മാറി മാറി കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും. പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാത്തവരായിട്ടൊന്നും ആരുമില്ല. പിന്നെ പേഴ്സണലി അങ്ങനെ ഞാൻ പറയല്ല, പേഴ്സണലി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഞങ്ങൾ പോയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ. ഞങ്ങളതിൽ ഫുഡിലുപരി ഞങ്ങൾക്കതൊരു ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ഉള്ള കാര്യമാണ്, സന്തോഷമാണ്. 4 പേരും കൂടി പോവുക, ഒരുമിച്ച് പോവുക, ഒരുമിച്ച് ഫുഡ് കഴിക്കാം, ഇതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? അതല്ലാതെ ഞങ്ങൾ 4 പേരായാലും യൂട്യൂബിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, വീട്ടിലായാലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളുണ്ട് ചെയ്യാനൊക്കെ ആയിട്ട്. ഇതൊക്കെ വിട്ടിട്ട് നമ്മൾക്ക് ഒരു എൻജോയ്മെന്റ് എന്ന് പറയാൻ ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ഫാമിലിയിലായിട്ട് പുറത്തു പോകാന്നുള്ളത് കേട്ടോ. അപ്പൊ പഴങ്കഞ്ഞിക്കടയിൽ എത്തിയപ്പോൾ അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ ചട്ടിച്ചോറ് നമുക്ക് കിട്ടില്ല, ചട്ടിച്ചോറിൽ വേണ്ട 1 മണിയായി. ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഓക്കെയാണ്. 5 ഛർദിക്കാൻ വരുന്നത്. അല്ലോ നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോണെന്നറിയോ? നമുക്ക് ചട്ടിച്ചോറ് കിട്ടൂല, അപ്പൊ നമ്മള് വേറെ ഫുഡ് കഴിക്കാൻ പോണ കേട്ടാ. ഓക്കെ ഓക്കെ ആണല്ലോ? ചേട്ടൻ ഹാപ്പി, ചേട്ടൻ വളരെ വേണ്ട വേണ്ട വേണ്ട, നീ തിരിയണ്ട, നീ തിരിഞ്ഞ ഞങ്ങൾക്ക് പിന്നെ ഇറങ്ങാൻ പറ്റില്ല ഇതിനുള്ളിൽ. അപ്പം നമ്മൾ ചട്ടിച്ചോറിനുള്ള പ്ലാൻ മാറ്റിയിട്ട് നമ്മൾ കുഴിമന്തി കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. എനിക്ക് അത്ര താല്പര്യമില്ല കുഴിമന്തി, പക്ഷെ അഞ്ജുനും നീൽ ചേട്ടനും നിതീഷ് ചേട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു സത്യം പറയാം, ഒരു 4-5 വായ, ഒരു വലിയ വായ കഴിക്കുമ്പോൾ തന്നെ എനിക്ക് മടുക്കും, എനിക്ക് മട്ടും. എനിക്ക് മയോണൈസ് അഴിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര സ്പൈസി ആയിട്ട് ഉള്ള സംഭവമാണ്. ഞാൻ ചട്ടിച്ചോറിന് ഉദ്ദേശിക്കാൻ കാരണം തന്നെ ചിക്കൻ, ബീഫ്, വെജ് കറീസ് ഉണ്ടായിരിക്കും, ഫിഷ് ഉണ്ടായിരിക്കും, അപ്പം എല്ലാം കൂടി കഴിക്കാമെന്ന് കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ചട്ടിച്ചോറ് എന്ന് പറഞ്ഞത്. ഇവിടെ എത്തിയപ്പോഴാണെങ്കിലും കേട്ടോണിൽ എത്തിയപ്പോൾ അവർ ഓൾട്രേഷൻ നടക്കുകയാണ് താഴത്തെ ഫ്ലോറിൽ. അപ്പം മുകളിൽ ആണ് ആകെ കൂടി ഉള്ളത്. അപ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിട്ട് ഓരോരുത്തരെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. മുകളിൽ കഴിയുന്നതിനനുസരിച്ചാണ് നമ്മൾ താഴത്തുനിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അതും ഒരു സീറ്റിൽ, അതായത് ഒരു ടേബിളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളും പിള്ളേരും ഉള്ളതുകൊണ്ട് നമുക്കൊരു ടേബിൾ വേണം അങ്ങനെ ഒഴിയുമ്പോൾ മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ. അല്ലുകുട്ടനൊക്കെ ഉറക്കം വന്നിട്ടാ. അല്ലുകുട്ടനും ഫ്രൈഡ് റൈസും ബിരിയാണി ചോറൊക്കെ ഇല്ലേ, അങ്ങനത്തെ ചോറ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാതെ ഇതൊന്നും കൊടുക്കില്ല നമ്മൾ, പൊറോട്ട, പത്തിരി, അതൊന്നും കൊടുക്കില്ല. ഇത് അവർ കഴിച്ചോളും. അരി ഐറ്റംസ് അവർക്ക് കഴിച്ചാൽ അവർക്ക് വയറ് നിറഞ്ഞു എന്ന് അവർക്കും ഫീൽ ആയിക്കോളും. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. പിള്ളേർക്കൊക്കെ ഏകദേശം നല്ല രീതിയിൽ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വിളിച്ചു. ഫൈനലി നമുക്ക് സീറ്റ് കിട്ടി, നമ്മൾ വിളിച്ചിട്ടുണ്ട്. നമ്മളെ മോളിലേക്ക് കയറാട്ടെ. ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ വിചാരിച്ച എല്ലാവരും ഫാമിലി ആയിരിക്കും. എല്ലാവരും പല ആൾക്കാരാണ്. ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുള്ളൂ. പലരും ഇങ്ങനെ കുമ്പിട്ടിരുന്ന് ഫുഡ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ ഫുഡ് കുമ്പിട്ടിരുന്ന് കഴിക്കണേ വേറെ ഒന്നല്ല, നമ്മൾ ഓപ്പോസിറ്റ് ടേബിളിൽ വേറെ വല്ല ആൾക്കാരാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫേസ് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ടല്ലേ. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആട്ടോ.
അപ്പം നമ്മളെ ബാക്കിലിരിക്കുന്ന അവരൊക്കെ കണ്ടില്ല, അവരൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഓൾറെഡി ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഫ്രണ്ടിലിരിക്കുന്നവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ അഞ്ചൊക്കെ ഇത് പറഞ്ഞപ്പോൾ നിധിഷേട്ടൻ പറയായിരുന്നു, അങ്ങനെയാണോ ഒറ്റയ്ക്ക് പോയിട്ട് ഫുഡ് അടിച്ചിട്ടില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ഫുഡ് അടിക്കുമ്പോൾ ഇങ്ങനെയാണ്, നമ്മളും പലരും കൂടെ ഇരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കൂല, നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കും, അങ്ങനെയാണ് വേണ്ടത്, അവരവരെ നോക്കിയിരിക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കിയിരിക്കത്തുള്ളൂ എന്നൊക്കെ ഞങ്ങൾ പറയുന്നത്. ഇത് കണ്ടോ, ഇത് ഇടയ്ക്ക് അപൂർവമായി കാണുന്ന കാഴ്ചകളാണ്. ഒരു ഫോണിൽ കൂടി 2 പേര് കാണാന്നുള്ളത്, 2 പേര് നല്ല രീതിയിൽ ഇരിക്കുക എന്നൊക്കെ ഉള്ളത് അപൂർവമായ കാഴ്ചകളാണ് ഞങ്ങളുടെ വീട്ടിൽ. അല്ലെങ്കിൽ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ഫോൺ വേണം, ഷെയർ ഒന്നും ചെയ്യില്ല. അതായത് നല്ല ഇതേപോലെ മൂടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ കാണാം. ലാസ്റ്റ് നമ്മുടെ ഷവായി മന്തി എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനത് ഫസ്റ്റ് ടൈം കഴിക്കുകയാണ് ഈ ഷവായി. അപ്പോൾ ആ 5 പറഞ്ഞു നല്ല മസാലയാടാ, രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് അൽഫാം മന്തി തന്നെയാണ് എനിക്കിഷ്ടം, അൽഫാം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഭയങ്കര ജ്യൂസിയാട്ടോ ഇതിൻ്റെ ചിക്കൻ. നമ്മൾ കുഴിമന്തി ഇല്ലേ, കുഴിമന്തിയുടെ പോലെയാണ് ഇതിൻ്റെ പീസുകൾ വരാം. ഇതിൻ്റെ മുകളിൽ പക്ഷേ എന്തൊക്കെ കുറച്ചും വേറെ സംഭവങ്ങളുണ്ട്. ചിക്കൻ നല്ല വിശപ്പായിരുന്നു കേട്ടോ. ഒന്നാമത് രാവിലെ ഫുഡ് കഴിച്ചാണ്, പിന്നെ ഇത്രയും സമയം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതല്ല. അല്ലുക്കുട്ടനും അതിനെക്കുട്ടനും കാശുക്കുട്ടനൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനൂസിന് സെപ്പറേറ്റ് പാത്രം വന്നിട്ട് ആ പാത്രത്തിൽ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് ഒറ്റയ്ക്ക് വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലൊക്കെ കഴിക്കുന്നുണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, നന്നായി വിശന്നിട്ടുണ്ടെങ്കിൽ ഏത് കൊച്ചും കഴിച്ചോളൂന്ന്. അതെ, ചട്ടിച്ചോറിനാണെന്നുള്ള ആഗ്രഹമായി വന്നിട്ട് എന്ത് ചോറ് ഇതിൽ ആഗ്രഹം എഴുതാത്ത ചേട്ടനെയാണ് ഇതിലെ ലക്ക് വീണിരിക്കുന്നത്. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ വീണ്ടും ആ ആഗ്രഹം പെൻഡിങ്ങിൽ ഇരിക്കുകയാണ് ചട്ടിച്ചോറ് എന്നുള്ളത്. അത് ഞാൻ അടുത്ത പ്രാവശ്യം ആരെല്ലാം വാങ്ങിച്ചിരുന്നായിരിക്കും നമ്മൾ ചട്ടിച്ചോറ്. ബാക്കിൽ മിണ്ടാണ്ടിരിക്കേണ്ട ഒരാള് ചട്ടിച്ചോറ് വാങ്ങിച്ചിരാന്ന് പറഞ്ഞാണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ അടുത്തത് എങ്ങട്ടാ വാങ്ങിക്കാനുണ്ട്. സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ അവളെ പട്ടിച്ചോറ് കിട്ടില്ല, ചട്ടിച്ചോറ് കിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും. നോക്കാം, ഒരു ഫയൽ വാങ്ങിക്കാനുണ്ട്. ഫയൽ വാങ്ങിച്ചിട്ട് പോകുന്നതായിരിക്കും. പിന്നെ അല്ലൂരിന് ഷൂ വാങ്ങിക്കാൻ, നമുക്ക് അല്ലുകൂടെ ഷൂ മേടിക്കാനുണ്ട്. അത് മേടിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ പോയത് ഇതെൻ്റെ സ്വർഗം മീൻ കടയിലേക്ക് ആട്ട മതിൽമൂലുള്ളൊരു അക്വേൾഡ് എന്നുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അവിടേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവരിവിടെ ഷിഫ്റ്റ് ചെയ്താൽ പുതിയ കട ഇങ്ങോട്ടേക്ക് മാറ്റിയതാട്ടെ. ഞാൻ ഇവിടെ തന്നെയാണ് പോകാറ്, കാരണം വേറെ ഇതല്ല, എനിക്ക് അടുത്ത് ഇതാണ് സമ്പർത്തനുള്ള കടയാണ്. ഇവിടെ വരുമ്പോൾ ഞാൻ ഫുള്ള് നോക്കും. ആക്ച്വലി ഞാൻ വാങ്ങിക്കുക വലിയ വലിയ മീനുകളൊന്നും വാങ്ങിക്കില്ല. ഒന്നാമത് അക്വേറിയം അല്ലല്ലോ, നമുക്ക് ജസ്റ്റ് മറ്റേ നിങ്ങളെൻ്റെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ ഒരു മീൻ കുളം ഉണ്ട് ചെറുത്, മറ്റേ സിമെൻ്റ് കൊണ്ടൊക്കെ താമരക്കുളം പോലെ, അതിൻ്റെ തന്നെ സംഭവം. അതിലാണ് ഞാൻ ഇടം. കുറേ മീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറേ മീനൊക്കെ അരക്കി എടുത്തിട്ട് പോയിട്ടുണ്ട്, കുറേ മീൻ ചത്തൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴായപ്പോൾ ഞാൻ തൊട്ടും കെയർ ചെയ്യില്ല, അതായത് അധികം വെള്ളം മാറ്റില്ലേ. അപ്പോൾ അത് പച്ച പിടിച്ചു എന്ന് തന്നെ പറയും. ശരിക്കും അതൊരു കുളമായി മാറി. അതിൽ കുറേ മീനുകൾ പെറ്റ് പെരുകിയിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് ആയിട്ട് അതിലുള്ളത്, പിന്നെ ഒരു വൈറ്റും പിന്നെ 2-3 റെഡും കുഞ്ഞു റെഡാണ് ഉള്ളത്. ബ്ലാക്കാണ് എപ്പോഴും പാറ്റാറുള്ളത്. ഒത്തിരി ഉണ്ട്. അതിൽ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കാണൂല. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കേസായിരുന്നു എനിക്ക് വൈറ്റ് മോളീസാണ് ഞാൻ വാങ്ങിക്കാറ്. ഐ മീൻ ബലൂൺ മോളീസ് ഒക്കെ ഇല്ലേ, അതാണ് വാങ്ങിക്കാറ്. അതാകുമ്പോൾ പെട്ടെന്ന് ചാവില്ല. അത് അടിപൊളിയായിട്ട് ഒരു കുളത്തിൽ കിടന്ന് എങ്ങനെ ജീവിക്കാം, ഫുഡില്ലെങ്കിലും എങ്ങനെ ജീവിക്കാം എന്ന് ആളുകൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ഇതിങ്ങനെ കുറേ നോക്കി നിൽക്കുക, കുറേ മീൻ വാങ്ങിക്കുക. അപ്പോൾ ഇപ്പോഴായപ്പോൾ ഞാൻ സെലക്റ്റീവാണ്, വേറൊന്നും കൊണ്ടല്ല. നല്ല ചാവാത്ത മീൻ നോക്കി വാങ്ങിച്ചാലേ കുറേ നാൾ കെടുക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് മോളീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഇത്രയും മീനെ വാങ്ങിച്ചിട്ടുണ്ട്. 2 മറ്റേ ഫ്ലൂറസെൻ്റ് പോലത്തെ 2 ഫിഷില്ലേ, ഒരു ഗ്രീനും കണ്ടില്ലേ, ആ ഒരു പിങ്ക് അതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഓറഞ്ച്, ബ്ലാക്ക്, പിന്നെ രാഷ്, പിന്നെ ഡോട്ടായിട്ടുള്ള ഫിഷിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ അത് തന്നിട്ടുണ്ട് പാക്ക് ചെയ്ത്. ഫിഷ്
അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇതാണ് എൻ്റെ കുളം. എങ്ങനെയുണ്ട്? ഇതിൽ ഇപ്പോൾ കുറേ നാളായിട്ട് വെള്ളം മാറ്റാറില്ലേ, അതുകൊണ്ട് മീനുകളൊക്കെ നന്നായിട്ട് വളർന്നു കേട്ടോ. അപ്പോൾ ഇതിലാണെങ്കിൽ മഴക്കാലമായപ്പോൾ തവളകളൊക്കെ വന്നിട്ട് തവളകളൊക്കെ മുട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വല എപ്പോഴും ഇടാറുണ്ട് ചാടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവർ വളരെ മുകളിൽ വന്നിട്ടായിരുന്നു ഫുഡൊക്കെ എടുത്ത് കഴിക്കുക. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് മീനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് അഞ്ചു പറയായിരുന്നു വേറൊരെണ്ണം കൂടി വാങ്ങിക്കായിരുന്നു ഇതേപോലത്തെ സിമെൻറ്റിൻ്റെ സംഭവം കീത്തു. കുറേ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, നമുക്കത് മാറ്റിയിട്ടല്ലോ. അപ്പോഴാണ് എനിക്ക് ആ തോട്ട് വന്നത് ഒരെണ്ണം കൂടി വാങ്ങാല്ലേ എന്നുള്ളൊരു സംഭവം. അപ്പോൾ വൈകിട്ട് പാറൂസിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഫലൂദ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളെത്തിയപ്പോൾ അവളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല സുന്ദരി മോളായിട്ടുണ്ട് കേട്ടോ. ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ട് പിന്നെ മേക്കപ്പൊക്കെ ചെയ്തുതരാൻ നിന്ന് തരും. അതായത് കൺമഷൊന്നും എഴുതുന്നത് മുമ്പർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പുരുകൊന്നും എഴുതിപ്പിക്കില്ല. പക്ഷെ ഇപ്പോൾ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൺമഷിയും പിരികൊക്കെ എഴുതി പോകുമ്പോൾ നല്ലൊരു ഐശ്വര്യമാണ് ഫേസിൽ. അല്ലെങ്കിൽ ഒരു മാതിരി എന്താ പറയുക, ലൈഫില്ലാത്ത പോലെ വളറിയിരിക്കുന്ന അറിയില്ല, അതേപോലെ ഇരിക്കും. ഇത് ഭയങ്കര നല്ല, ഞാൻ നമ്മുടെ മോളായതുകൊണ്ട് പറയല്ല, പിന്നെ നമ്മുടെ മോളായിട്ട് എനിക്കറിയുള്ളൂ. അങ്ങനെ മുടിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് കട്ട് ചെയ്ത് വീണ്ടും ലെങ്ത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എസംപൂർ തന്നെയുള്ള എലൈറ്റിലാണ് വന്നിട്ടുള്ളത് ഫലൂദ കഴിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറയാമല്ലോ, എനിക്ക് ഫലൂദയ്ക്ക് വലിയ ഇഷ്ടമല്ല, അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഷേക്ക് ഇഷ്ടമാണ്, അതും ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ് ഷേക്ക് അങ്ങനെ. അതന്നെ എപ്പോഴും ഞാൻ പറയുക, എല്ലാവരും പറയുമ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റൊക്കെ ആയിട്ട് ട്രൈ ചെയ്യണ്ടേ. എപ്പോഴും ഒരേ ഫ്ലേവർ തന്നെ അല്ല നോക്കണത്, എന്തെങ്കിലുമൊക്കെ വേറെ മാറ്റി നോക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഫുഡിൻ്റെ കേസിലായാലും ഞാൻ അങ്ങനെ തന്നെയാണ്. എനിക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ട്, എനിക്ക് പിന്നെ അതേപോലെ ബിരിയാണി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയാം അൽഫാം എവിടെയെങ്കിലും പോയി പറയും. ഇവരാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് അങ്ങനെയൊക്കെ മാറ്റിമറിച്ചും പറയും. ഞാൻ അവർക്ക് ഇത് ട്രൈ ചെയ്യട്ടെ. പക്ഷെ എന്നാലും എനിക്ക് അരി ഭക്ഷണങ്ങളാണ് ഇഷ്ടം. ഉച്ചയ്ക്കൊക്കെ ആയാലും റൈസ് ഐറ്റംസ് ഇല്ലേ, അതെങ്ങനെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. ഇപ്പം ഇവർക്ക് നൂഡിൽസൊക്കെ വാങ്ങിച്ച് കഴിക്കും ഫ്രൈഡ് റൈസിന് പകരം. എനിക്ക് പക്ഷെ അത് കഴിച്ച ഫുൾ സാറ്റിസ്ഫൈഡ് ആവില്ല. അങ്ങനെ നമ്മുടെ അഞ്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് റോയൽ ഫലൂദയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതെത്തിയിട്ടുണ്ട്. ഞാനപ്പോൾ മിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, മിനി ഫലൂദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാറൂഷിനൊന്ന് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് ഒട്ടിരിക്കുകയായിരുന്നു, മേമയുടെ അടുത്ത് തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട്. അഞ്ചിൻ്റെ അടുത്ത് ഫലൂദ വന്നപ്പോൾ എല്ലാവരും അത് കഴിക്കാൻ പോയിട്ട് അങ്ങോട്ടേക്ക്. അങ്ങനെ ഞങ്ങളുടെ മിനി ഫലൂദ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി അതിലേക്ക് ചോക്ലേറ്റ് ഇട്ടാൽ മതി. ഇത് ആക്ച്വലി ഈ ഫലൂദ ഒക്കെ കഴിക്കുമ്പോൾ ചോക്ലേറ്റിനേക്കാളും ബട്ടർ സ്കോച്ച് പിസ്തയ്ക്കില്ല വാനിലൊക്കെയാണ് രസം. നിഖിൽ ചേട്ടന് വന്നത് മാംഗോ ഐസ്ക്രീം എനിക്കും ഇഷ്ടമല്ല, നിഖിൽ ചേട്ടനും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ചിരിച്ചായിട്ട് കോരി കൊടുത്തു. പിന്നെ കുറച്ചുള്ളത് നമ്മുടെ അഞ്ജുവിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കായിട്ട് പോണ കൈസ്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് മാംഗോ ബാർ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ചോക്കോബാർ പോലെ സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ, സീ യു.